essay, Night Walkers and Mystery Mongers, Sense and Nonsense at the Edge of Science by Carl Sagan. So in the previous videos, we had come up to page 119 in your textbook. And today we will start from the last paragraph of that page, page 119. If you don't have your textbook, don't worry, because I'm going to present the pages from the textbook. So as we know, in this essay, Carl Sagan has been talking about how human beings have been bamboozled or defrauded in many ways from ancient times onwards. So in ancient times, all these frauds were in the name of religion. But nowadays, that religion does not have that kind of power in society. Now that power has been taken over a bit more by science, and science is the way that people use to understand the world. Earlier, in olden days, in ancient days, people try to understand the world through religion, whereas now people try to understand the world through science. And therefore, the contemporary frauds are all in the name of science. And some examples that he mentioned were, for example, the issue of levitation. We already mentioned that levitation basically means floating in the air without any assistance, without any help. നമുക്ക് ഇങ്ങനെ അന്തരീക്ഷത്തിൽ ഫ്ലോട്ട് നിൽക്കാനുള്ള ഒരു കഴിവ് എന്ന് പറയുന്നതിനാണ് നമ്മൾ ലെവിറ്റേഷൻ എന്ന് പറയുക. ആരും പിടിക്കാതെ, എവിടെയും പിടിക്കാതെ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുക, ആ ഒരു ഐഡിയ ആണ്. മെഡിറ്റേറ്റ് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ പൊന്തി പൊന്തി പോവും എന്നൊക്കെ പറയുന്നതാണ് ലെവിറ്റേഷൻ. അപ്പൊ അതൊക്കെ സയന്റിഫിക് ആണ് എന്ന് പറഞ്ഞിട്ടാണ് അതിനെ ആളുകൾ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് പറയുന്നതും, അതിന്റെ പേരിൽ ആളുകളുടെ അടുത്ത് നിന്ന് പൈസ വാങ്ങുന്നതും, ആൾക്കാരെ ഡിഫ്രോഡ് ചെയ്യുന്നതും ഒക്കെ അങ്ങനെയാണ്. So nowadays we have such frauds in the name of science. And he also mentioned that these are the kind of claims. ക്ലെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൂവ് ചെയ്യാത്ത സ്റ്റേറ്റ്മെന്റ്സിനാണ് ക്ലെയിം എന്ന് പറയുന്നത്. ദീസ് ആർ ദ കൈൻഡ് ഓഫ് ക്ലെയിംസ് ദാറ്റ് എക്സിസ്റ്റ് അറ്റ് ദ ബോർഡേഴ്സ് ഓർ ദി എഡ്ജസ് ഓഫ് സയൻസ്. സയൻസിന്റെ അരികുകളിൽ കിടക്കുന്ന ചില ക്ലെയിംസ് ആണ്. സയൻസ് എന്ന് പറയുമ്പോൾ സയൻസ് എപ്പോഴും ഇങ്ങനെയുള്ള അസേർഷൻസ് അല്ലെങ്കിൽ ക്ലെയിംസ് വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ സയൻസും ഇതുപോലുള്ള ഒരു നോട്ട് ക്വയറ്റ് സയൻസ് അല്ലെങ്കിൽ സയന്റിഫിക്കലി പ്രൂവൺ അല്ലാത്ത കാര്യങ്ങൾ, അതിനെ ആണ് കാൾ സേഗൻ സൂഡോ സയൻസ് എന്ന് പറയുന്നത്. സൂഡോ ആസ് ഇൻ ഫേക്ക് സയൻസ്. അത് രണ്ടും, സയൻസും സൂഡോ സയൻസും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സയൻസിലെ ക്ലെയിംസ് പല പ്രാവശ്യം പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്, എവിഡൻസ് ഒക്കെ ഉള്ളതാണ്. വേറെ സൂഡോ സയൻസ് ഉള്ളതിന് പ്രൂഫ് ഒന്നുമില്ല. അവ രണ്ടും തമ്മിൽ മെയിൻ ആയിട്ടുള്ള വ്യത്യാസം ഇതാണ്. ക്ലെയിം എന്നുള്ള രീതിയിൽ രണ്ടും ക്ലെയിം വെച്ചിട്ട് വർക്ക് ചെയ്യുന്നതായിരിക്കാം. പക്ഷെ സയൻസിൽ എന്ത് ക്ലെയിം ഉണ്ടാവുന്നോ അത് എവിഡൻസ് ഒക്കെ വെച്ച് ആളുകളുടെ മുമ്പിൽ ഒരു സയന്റിഫിക് മെത്തേഡ് ഉപയോഗിച്ചിട്ട്, ഒബ്സർവേഷൻ, എക്സ്പെരിമെന്റേഷൻ, അങ്ങനെ ഒരു സെറ്റ് ഓഫ് സ്റ്റെപ്പുകളുള്ള സയന്റിഫിക് മെത്തേഡ് വെച്ച് പ്രൂവ് ചെയ്തതായിരിക്കും സയന്റിഫിക് ക്ലെയിംസ്. അതിനെയാണ് ഇപ്പൊ നമ്മൾ സയന്റിഫിക് തിയറീസ്, സയന്റിഫിക് നോളജ് എന്നൊക്കെ പറയുന്നത്. പക്ഷെ സൂഡോ സയൻസ് എന്ന് പറയുന്നത് വെറും ക്ലെയിം മാത്രമേ ഉള്ളൂ. കൃത്യമായി ഫ്രോഡ് അല്ല എന്ന് പറയാൻ പറ്റാത്ത രീതി, ഫ്രോഡ് അല്ല എന്ന് പറയാൻ പറ്റുന്ന, ക്ലിയർ ആയി പറയാൻ പറ്റുന്ന രീതിയിൽ അത് പ്രൂവ് ചെയ്തിട്ടില്ല. ഇനി അങ്ങനെയുള്ള കുറച്ച് സൂഡോ സയൻസുകളുടെ എക്സാമ്പിൾസ് ആണ് പറയാൻ പോകുന്നത്. One of the most striking apparent instances of extrasensory perception is the precognitive experience, when a person has a compelling perception of an imminent disaster, the death of a loved one, or a communication from a long lost friend, and the predicted event then occurs. അപ്പോൾ ഇതിൽ ഇതുപോലെ എന്താ പറയാ, സൂഡോ സയൻസ് എന്ന് പറയാൻ പറ്റുന്ന ഒരു സംഭവമാണ് എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ, ഓൾസോ നോൺ ആസ് ESP. ESP എന്നാണ് അതിന് അറിയുന്നത്. എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ. പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സെൻസസ് ഉപയോഗിച്ച് കാര്യങ്ങളെ മനസ്സിലാക്കാം, നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് ലോകത്തെ മനസ്സിലാക്കുക. ടച്ച് ചെയ്തിട്ട്, കണ്ടിട്ട്, കേട്ടിട്ട്, അങ്ങനെ നമ്മളെ സെൻസസ് യൂസ് ചെയ്തിട്ട് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനാണ് നമ്മൾ പെർസെപ്ഷൻ എന്ന് പറയാം.
സെൻസറി പെർസെപ്ഷൻ, സെൻസസ് ഉപയോഗിച്ചിട്ടുള്ള പെർസെപ്ഷൻ. എക്സ്ട്രാ മീൻസ് ഔട്ട്സൈഡ് ഓർ ബിയോണ്ട്. എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ 5 സെൻസസ് ഉപയോഗിച്ചിട്ടല്ലാതെ ചില കാര്യങ്ങൾ നമ്മൾ അറിയാം. അപ്പൊ നമ്മൾ 6th സെൻസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതിന് പറയുന്ന ഒരു എന്താ പറയുക, കുറച്ചുകൂടി സയന്റിഫിക് ആയിട്ടുള്ള ഒരു വേർഡാണ് എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ. അപ്പോൾ ആളുകൾ പറയുന്നത് എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. നമുക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ചിട്ടല്ലാതെ, 5 സെൻസസ് ഉപയോഗിച്ചിട്ടല്ലാതെ, there are things that we can know without just in some kind of almost magical manner. പക്ഷെ അത് മാജിക് അല്ല, അത് റിലീജിയസ് പ്രോഫസി ഒന്നുമല്ല, പക്ഷെ അതൊരു പവറാണ്, സൂപ്പർ പവറാണ് ചില ആളുകൾക്ക് മാത്രമുള്ളത്. അതിനെ ESP, എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ, 6th സെൻസ് എന്നൊക്കെ പറയുമെന്ന് അങ്ങനെയാണ് ആളുകൾ പറയുന്നത്. അങ്ങനെയുള്ള എക്സ്ട്രാ സെൻസറി പെർസെപ്ഷന്റെ വൺ ഓഫ് ദ മോസ്റ്റ് സ്ട്രൈക്കിംഗ് അപ്പാരന്റ് ഇൻസ്റ്റൻസസ്, അതിന്റെ എക്സാമ്പിൾ എന്ന് നമുക്ക് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയി തോന്നുന്ന അപ്പാരന്റ് ഇൻസ്റ്റൻസസ്. അപ്പാരന്റ് മീൻസ് സീമിംഗ്ലി, കണ്ടാൽ അങ്ങനെ തോന്നും, പക്ഷെ ആക്ച്വലി അതല്ല, അതാണ് പറയുന്നത്. എക്സ്ട്രാ സെൻസറി പെർസെപ്ഷന്റെ എക്സാമ്പിൾ, ഇൻസ്റ്റൻസ് എന്ന് നമുക്ക് തോന്നിക്കുന്ന ഒരു കാര്യമാണ്, ഒരു വളരെ ഇമ്പോർട്ടന്റ്, വളരെ സ്ട്രൈക്കിംഗ് ആയ ഒരു എക്സാമ്പിൾ ആണ് എന്ത്? പ്രീ കൊഗ്നിറ്റീവ് എക്സ്പീരിയൻസ്. അനുഭവം. പ്രീ കൊഗ്നിറ്റീവ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ സെൻസസ് ഉപയോഗിച്ച് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങളെയാണ് കൊഗ്നിഷൻ എന്ന് പറയുന്നത്. ആ പ്രോസസ്സിനെയാണ് കൊഗ്നിഷൻ എന്ന് പറയുന്നത്. കൊഗ്നിറ്റീവ് എക്സ്പീരിയൻസ് മീൻസ് an experience that you have through your senses, thoughts, feelings, etc. ബട്ട് പ്രീ കൊഗ്നിറ്റീവ് എക്സ്പീരിയൻസ്, പ്രീ എന്ന് പറഞ്ഞാൽ മുന്നേ എന്നുള്ള അർത്ഥമുണ്ട്. ഒരു കാര്യം നമ്മൾ നമ്മുടെ സെൻസസ് വെച്ച് അല്ലെങ്കിൽ നമ്മുടെ ലോജിക് വെച്ച് മനസ്സിലാക്കുന്നതിന് മുമ്പ് നമ്മൾ അതിനെ പറ്റി നമുക്കൊരു ഐഡിയ കിട്ടുന്നു, അതാണ് പ്രീ കൊഗ്നിറ്റീവ് എക്സ്പീരിയൻസ്. അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ്? when a person has a compelling perception of an imminent disaster, the death of a loved one, or a communication from a long lost friend. ഇമ്മിനന്റ്, വരാൻ പോകുന്ന ഒരു ഡിസാസ്റ്റർ, എന്തോ ഒരു ദുരന്തത്തെ പറ്റിയിട്ട് ഒരാൾക്ക്, ഒരു പേഴ്സണിന് ഒരു കമ്പല്ലിങ് പെർസെപ്ഷൻ, അത് സംഭവിക്കാൻ പോവുകയാണെന്ന് നമ്മളെ ഇങ്ങനെ ചിന്തിക്കാൻ കമ്പൽ ചെയ്യുന്ന എന്തോ ഒരു തോട്ട് വരികയാണ്. അത് ഇറ്റ് കുഡ് ബി അബൌട്ട് എനിത്തിങ്. ഒരു ഇമ്മിനന്റ് ഡിസാസ്റ്റർ, നേരത്തെ പറഞ്ഞ ഒരു വരാൻ പോകുന്ന, നാളെ ഇവിടെ ഒരു ഭൂമി കുലുക്കം ഉണ്ടാവും, വരാൻ പോകുന്ന എന്തോ ദുരന്തത്തെ പറ്റി. ദ ഡെത്ത് ഓഫ് എ ലവ്ഡ് വൺ, നമുക്ക് വേണ്ടപ്പെട്ട ആരോ, നമ്മുടെ ഫ്രണ്ടോ നമ്മുടെ ഫാമിലി മെമ്പറോ ആരോ, നമുക്ക് വേണ്ടപ്പെട്ട ആരോ മരിക്കാൻ പോവാണ് എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ എ കമ്മ്യൂണിക്കേഷൻ ഫ്രം എ ലോങ് ലോസ്റ്റ് ഫ്രണ്ട്, കുറെ കാലമായി നമ്മളുമായി ടച്ച് ഇല്ലാത്ത ഏതോ ഫ്രണ്ടിന്റെ അടുത്ത് നിന്ന് ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു എഴുത്തോ ഒരു എന്തെങ്കിലും, ഏത് ഫോൺ കോളോ സംതിങ് വരാൻ പോവുകയാണെന്ന് നമുക്കിങ്ങനെ തോന്നും. ചില സമയത്ത് നമുക്കങ്ങനെ ഭയങ്കര സ്ട്രോങ് ആയിട്ട്, കമ്പല്ലിംഗ് ആയിട്ട് നമുക്ക് തോന്നും, ഇത് ദുരന്തത്തിലേക്കാണ് പോകുന്നത്. അല്ലെങ്കിൽ എനിക്കൊരു ഫീലിംഗ്, നാളെ ഇനി പറയുന്ന ആള് ചിലപ്പോൾ മരിച്ചു എന്ന് ഞാൻ അറിയും. അല്ലെങ്കിൽ ഇന്ന ഫ്രണ്ട് കുറെ കാലമായി ഒരു ടച്ചില്ല, പക്ഷെ എനിക്കൊരു ഫീലിംഗ് അടുത്ത് തന്നെ അയാൾ എന്നോട് റീച്ച് ഔട്ട് ചെയ്യും എന്ന് നമുക്ക് തോന്നൽ മാത്രമല്ല, തോന്നൽ നമുക്ക് പലപ്പോഴും ഉണ്ടാവും. ആൻഡ് ദ പ്രെഡിക്റ്റഡ് ഇവന്റ് ദെൻ അക്കേഴ്സ്. അപ്പൊ നമ്മൾ ഇങ്ങനെ എന്തോ സംഭവിക്കാൻ പോകുന്നു എന്ന് സ്ട്രോങ് ആയി നമുക്ക് തോന്നുകയും അതിനുശേഷം അത് സംഭവിക്കുകയും ചെയ്യാം. അതിനെയാണ് നമ്മൾ എന്ത് പറയാ, എക്സ്ട്രാ സെൻസറി പെർസെപ്ഷന്റെ എക്സാമ്പിൾ ആണ് എന്ന് പറയാ. നമ്മൾക്ക് ഒരു രീതിയിലും അറിയാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങൾ, അത് സംഭവിക്കുന്നതിന് മുമ്പേ അത് സംഭവിക്കാൻ സാധ്യത ഉണ്ട് എന്ന് നമുക്ക് തോന്നലും അതിനുശേഷം അത് സംഭവിക്കലും, അതിനെയാണ് നമ്മൾ എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ തന്നെ ആയിരിക്കും. നമുക്കൊരു 6th സെൻസ് ഉള്ളതുകൊണ്ടായിരിക്കും അങ്ങനെ ഉണ്ടായത് എന്ന് നമ്മൾ വിചാരിക്കും ചിലപ്പോൾ. Many who have had such experiences report that the emotion intensity of the precognition and its subsequent verification provide an overpowering sense of contact with another realm of reality. ഇങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഉണ്ടായവർ പിന്നീട് റിപ്പോർട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ പ്രീകൊഗ്നിഷൻ തോന്നുമ്പോൾ, എന്തോ സംഭവിക്കാൻ പോവുകയാണെന്ന് തോന്നുമ്പോൾ, അത് വളരെ ഇമോഷണൽ ഇന്റൻസിറ്റിയോട് കൂടിയിട്ടാണ് അവർക്ക് തോന്നുന്നത്. പിന്നീട് അത് സബ്സിക്വന്റ്ലി, അതിനുശേഷം അത് വെരിഫൈഡ് ആവുമ്പോൾ, വെരിഫിക്കേഷൻ, അത് ശരിയായി പോയി, ഞാൻ വിചാരിച്ച കാര്യം ശരിയായി പോയി എന്ന് സംഭവിക്കും. ആ ഇവന്റ് സംഭവിക്കുമ്പോൾ എന്തുണ്ടാവുകയാണ്, ഭയങ്കര ഓവർ പവറിങ് ഒരു സെൻസ് വരികയാണ് നമുക്ക്. എന്താണ്? ദാറ്റ് ഐ ഹാഡ് കോണ്ടാക്ട് വിത്ത് അനദർ റെലം ഓഫ് റിയാലിറ്റി. ഈ നമ്മളുടെ സാധാരണ റിയാലിറ്റി അല്ലാതെ വേറെ എന്തോ ഒരു റിയാലിറ്റിയുമായിട്ട് എനിക്കൊരു കോണ്ടാക്ട് കിട്ടി എന്ന് നമുക്ക് ചിലപ്പോൾ തോന്നും എന്ന് ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടായ ആളുകൾ പറഞ്ഞിട്ടുണ്ട്. ഇനി ഓതർക്ക് തന്നെ സംഭവിച്ച ഒരു കാര്യം പറയാണ്. ഇയാൾ ഒരു സയന്റിസ്റ്റ് ആണ്, പക്ഷെ അയാൾ പറയണ എനിക്ക് തന്നെ ഐ ഹാവ് ഹാഡ് സച്ച് എൻ എക്സ്പീരിയൻസ് മൈസെൽഫ്. എന്താണ് ഈ എക്സ്പീരിയൻസ്?
Many years ago, I awoke in the dead of night in a cold sweat with the certain knowledge that a close relative had suddenly died. കുറേ വർഷത്തിന് മുമ്പ് ഒരു ദിവസം പെട്ടെന്ന് ഇൻ ദ ഡെഡ് ഓഫ് നൈറ്റ്, മിഡ് നൈറ്റിൽ, അർദ്ധരാത്രി ഞാൻ അവോക്ക് എണീക്കാണ്, പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് എണീക്കാണ്. ഇൻ എ കോൾഡ് സ്വെറ്റ്, കോൾഡ് സ്വെറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഫുൾ വേർത്ത് ഒരു ഉറക്കത്തിൽ നിന്ന് എണീക്കാണ്. എന്തോ ഒരു പ്രോബ്ലം ഉണ്ട് എന്ന് അയാൾക്ക് തോന്നുകയാണ്. എന്താണ്? വിത്ത് എ സർട്ടൻ നോളജ്, ഉറപ്പായിട്ട് അയാൾക്ക് തോന്നുകയാണ് ദാറ്റ് എ ക്ലോസ് റിലേറ്റീവ് ഹാഡ് സഡൻലി ഡൈഡ്. എൻ്റെ ഒരു വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു റിലേറ്റീവ് മരിച്ചു പോയെന്ന് എനിക്ക് ഓൾമോസ്റ്റ് ഉറപ്പായിട്ട് ഞാൻ ഒരു ദിവസം രാത്രിയിൽ ഞെട്ടി ഉണരുകയാണ്. I was so gripped with the haunting intensity of the experience that I was afraid to place a long distance phone call for fear that the relative would trip over the telephone cord or something and make the experience a self-fulfilling prophecy. അപ്പോൾ ഈ എക്സ്പീരിയൻസ് വളരെ ഇന്റൻസ് ആയിട്ട് എനിക്കിങ്ങനെ ഭയങ്കര ഹോണ്ടിങ് ആയിട്ട് തോന്നി. എന്നെ ഇങ്ങനെ അത് ഗ്രിപ്പ് ചെയ്യുന്നത് പോലെ തോന്നി. അപ്പോ നമുക്കിങ്ങനെ നമ്മൾ പെട്ടെന്ന് ഉണരുകയാണ് രാത്രിയിൽ, ഒരു ഓൾമോസ്റ്റ് ലൈക്ക് എ നൈറ്റ് മെയർ അല്ലെ, ഒരു പെടുസ്വപ്നം പോലെ കണ്ടിട്ട് നമ്മൾ ഉണരുകയാണ്. നമ്മളുടെ ഒരു റിലേറ്റീവ് മരിക്കാൻ പോവുകയാണെന്ന് എന്തോ എനിക്ക് ഒരു തോന്നൽ വരുമ്പോ ആദ്യം നമുക്ക് തോന്നുന്നത് എന്താണ്? പെട്ടെന്ന് നമുക്ക് വേണ്ടപ്പെട്ട ആളാണെങ്കിൽ അവരെ ഒന്ന് ഫോൺ വിളിച്ചിട്ട് അവർ ഓക്കെ അല്ലേ എന്നൊന്ന് ഉറപ്പാക്കിയാലോ എന്ന് തോന്നും. പക്ഷെ അതുപോലും ചെയ്യാൻ പേടിയായിരുന്നു. കാരണം ഇതൊരു ലോങ് ഡിസ്റ്റൻസ് ഫോൺ കോൾ വിളിക്കണം. ആ ലോങ് ഡിസ്റ്റൻസ് കോളൊക്കെ ഇന്നത്തെ പോലെയല്ല, പണ്ട് ലാൻഡ് ഫോൺ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ലോങ് ഡിസ്റ്റൻസ് വരുമ്പോൾ അത് പെട്ടെന്ന് മനസ്സിലാവും, വേറെ റിംഗ് ഒക്കെയാണ് ഉണ്ടാവുക. അപ്പൊ ഇയാൾക്ക് പേടിയായിരുന്നു. ഞാനിപ്പോ പെട്ടെന്ന് രാത്രിയിൽ ഇയാൾ ഓക്കെ അല്ലേ എന്ന് അറിയാൻ വേണ്ടി ഞാൻ ലോങ് ഡിസ്റ്റൻസ് കോൾ വിളിച്ചാൽ ഈ ഫോൺ എടുക്കാൻ വരുന്ന സമയത്ത് എങ്ങാനും ഫോണിന്റെ കോടെങ്ങാനും തട്ടി ഇയാള് തല തട്ടി നിലത്ത് വീണ് മരിച്ച് അതൊരു സെൽഫ് ഫുൾഫില്ലിംഗ് പ്രോഫസി ആയി മാറിയാലോ എന്നൊരു പേടി. സെൽഫ് ഫുൾഫില്ലിംഗ് പ്രോഫസി എന്ന് പറഞ്ഞാൽ ഒരു പ്രോഫസി, ഒരു കാര്യം സംഭവിക്കാൻ പോവാന്ന് തോന്നുമ്പോൾ അതിനെ തടയാൻ നമ്മൾ ശ്രമിച്ചിട്ട് ആ ശ്രമിക്കുന്ന പ്രോസസ്സിലൂടെ അത് നടന്നു വരിക, അതിനെയാണ് നമ്മൾ സെൽഫ് ഫുൾഫില്ലിംഗ് പ്രോഫസി എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ സംഭവിച്ചാലോ എന്ന് പേടിച്ചിട്ട് ഇയാളെ എനിക്ക് ഫോൺ ചെയ്യാൻ, എൻ്റെ ആ റിലേറ്റീവിനെ എനിക്ക് ഫോൺ ചെയ്യാൻ പോലും പേടിയായിരുന്നു എന്ന് പറയാണ്. In fact, the relative is alive and well, and whatever psychological roots the experience may have, it was not a reflection of an imminent event in the real world. സത്യം പറഞ്ഞാൽ അങ്ങനെയൊക്കെ എനിക്ക് അന്ന് ഭയങ്കര സ്ട്രോങ് ആയിട്ട് രാത്രിയിൽ തോന്നിയെങ്കിലും ആ റിലേറ്റീവ്, ആ ബന്ധു ഇപ്പോഴും ജീവനോടെ ഉണ്ട്, വളരെ സുഗമമായിട്ട് നടക്കുന്നുണ്ട്, അയാൾക്ക് ഒരു കുഴപ്പമില്ല. ആൻഡ് എന്തുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായെന്ന് എനിക്ക് അറിയില്ല. ചിലപ്പോൾ അതിന് വല്ല സൈക്കോളജിക്കൽ റൂട്ട്, സൈക്കോളജിക്കൽ റീസൺസ് ഉണ്ടാവും. എന്തെങ്കിലും എൻ്റെ മനസ്സിൽ ഞാൻ എന്തെങ്കിലും ഓർത്തു വെച്ചതിന്റെ എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാവും. സൈക്കോളജിക്കാർക്ക് അത് മനസ്സിലാവുമായിരിക്കും. പക്ഷെ അതെന്തായാലും ശരി, അത് അങ്ങനെ തോന്നാൻ എന്തെങ്കിലും റീസൺസ് ഉണ്ടാവും. ബട്ട് ഇറ്റ് വാസ് നോട്ട് എ റിഫ്ലക്ഷൻ ഓഫ് എൻ ഇമ്മിനന്റ് ഇവന്റ് ഇൻ ദ റിയൽ വേൾഡ്. റിയൽ വേൾഡ്, ലോകത്തിൽ സംഭവിക്കാൻ പോകുന്ന, ഇമ്മിനന്റ് ആയിട്ടല്ല, സംഭവിക്കാൻ പോകുന്ന ഒരു ഇവന്റിന്റെ റിഫ്ലക്ഷൻ, നേരത്തെ കൂട്ടി കിട്ടിയ ഒരു റിഫ്ലക്ഷൻ ആയിരുന്നില്ല ആ ഇവന്റ്. കാരണം വളരെ സ്ട്രോങ് ആയിട്ട് ഇയാൾ മരിക്കും, എൻ്റെ ഫ്രണ്ട്, എൻ്റെ ബന്ധു മരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ട് പോലും ആക്ച്വലി ആ ബന്ധു മരിച്ചില്ല. അത് ചിലപ്പോൾ അങ്ങനെ ഭയങ്കര ഇന്റൻസ് ആയി നമുക്ക് അങ്ങനെ പലതും തോന്നും. However, suppose the relative had in fact died that night. Suppose അയാൾ മരിച്ചിരുന്നെങ്കിലും അപ്പൊ പിന്നെ എങ്ങനെയാണ് നമ്മൾ ഇതിനെപ്പറ്റി ചിന്തിക്കുക. യു വുഡ് ഹാവ് ഹാഡ് എ ഡിഫിക്കൽട്ട് ടൈം കൺവിൻസിങ് മീ ദാറ്റ് ഇറ്റ് വാസ് മിയർലി കോഇൻസിഡൻസ്. അപ്പോൾ ഇത് വെറും കോയിൻസിഡൻസ് ആയിരുന്നു. അത് കോയിൻസിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈ ചാൻസ് സംഭവിച്ച കാര്യമായിരുന്നു. നിങ്ങൾക്ക് അങ്ങനെ ഒരു സ്വപ്നം ഉണ്ടായി, അതിന്റെ പിറ്റേ ദിവസം നിങ്ങളുടെ ആ റിലേറ്റീവ് മരിച്ചു എന്ന് ആക്ച്വലി മരിച്ചിരുന്നെങ്കിൽ നമ്മൾ എന്ത് വിചാരിക്കും? എന്തായാലും നമ്മൾ വിചാരിക്കും ആ സ്വപ്നവും ഈ കാര്യവും തമ്മിൽ എന്തോ ബന്ധമുണ്ട്, എനിക്ക് എന്തോ നേരത്തെ ഒരു സൂചന കിട്ടിയതാണ് എന്ന് നമ്മൾ വിചാരിക്കും. അപ്പൊ നിങ്ങൾ എത്ര എന്നെ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചാലും അത് വെറും ബൈ ചാൻസ് സംഭവിച്ചാണ്, വെറും കോയിൻസിഡൻസ് ആണ് എന്ന് എന്നോട് എത്ര പറയാൻ ശ്രമിച്ചാലും അത് ചിലപ്പോൾ ഞാൻ കൺവിൻസ്ഡ് ആവുമായിരുന്നില്ല. But it is easy to calculate that if each American has such a premonitory experience a few times in his life, the actuarial statistics alone will produce a few apparent precognitive events somewhere in America each year. പക്ഷെ ഇയാൾ പറയാണ് കോയിൻസിഡൻസ് ആണ് എന്ന് നമ്മൾ വിശ്വസിക്കില്ല. പക്ഷെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിയാൽ നമ്മൾ മനസ്സിലാക്കുന്നത് വെച്ചാൽ, ഇപ്പൊ ഒരു അമേരിക്കക്കാരെ മാത്രം, ഇയാൾ അമേരിക്കൻ ആണല്ലോ, അമേരിക്കയുടെ മാത്രം കാര്യം എടുത്താൽ എല്ലാ അമേരിക്കൻസിനും, ഓരോ അമേരിക്കനും അദ്ദേഹത്തിന്റെ ലൈഫ് ടൈമിൽ, അദ്ദേഹത്തിന്റെ ജീവിതത്തില് ചില സമയത്ത് എപ്പോഴെങ്കിലും
ഇങ്ങനെ ഒരു പ്രിമോണിറ്ററി എക്സ്പീരിയൻസ്, പ്രിമോണിറ്ററി എന്ന് പറഞ്ഞാൽ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രിമോണിഷൻ ഓഫ് സംതിങ് ടു കം. പ്രിമോണിഷൻ മീൻസ് ഫീലിംഗ് ദാറ്റ് സംതിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് മാത്രം നോക്കി എത്രയോ അമേരിക്കൻസ് ഉണ്ട്, ലക്ഷക്കണക്കിന് അമേരിക്കൻസ് ഉണ്ട്. ഓരോ ആൾക്കും എപ്പോഴെങ്കിലും ഒക്കെ ഇങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായിട്ടുണ്ടാവും, നാളെ ഇത് സംഭവിക്കും എന്നുള്ളത്. അങ്ങനെ നോക്കിയാൽ ഈ ലക്ഷക്കണക്കിന് ആളുകളുടെ പ്രീമോണിഷൻസിൽ ഏതെങ്കിലും ചിലതെങ്കിലും ആക്ച്വലി സംഭവിക്കുന്നുണ്ടാവും. അപ്പൊ ഈ ലക്ഷം അല്ലെങ്കിൽ ഒരു 10 ലക്ഷം അമേരിക്കൻസിനെ എടുത്താൽ അതിൽ ചിലപ്പോ ഒരു 10 ആളുടെയോ 5 ആളുടെയോ സംഭവിക്കുന്നുണ്ടാവും ആക്ച്വലി ഓരോ വർഷവും. അത് സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിയാൽ ചിലത് സംഭവിക്കും, ചിലത് സംഭവിക്കില്ല എന്നുള്ള രീതിയിലാണ്. അപ്പൊ അതിൽ ചിലത് അറ്റ്ലീസ്റ്റ് ഒരു 10 ആൾ അല്ലെങ്കിൽ 100 ആളുടെയൊക്കെ ചിലപ്പോൾ സംഭവിക്കുന്നുണ്ടാവും. We can calculate that this must occur fairly frequently. But to the rare person who dreams of disaster followed rapidly by its realization, it is uncanny and awesome. അപ്പൊ ഇങ്ങനെ ഫ്രീക്വന്റ് ആയി സംഭവിക്കുന്നുണ്ടാവും. കാരണം ഒരു നമ്മളിപ്പോ സപ്പോസ് ഒരു സ്വപ്നം കാണുകയാണ്, ഈ സ്വപ്നം സാക്ഷാത്കരിക്കുമോ ഇല്ലയോ എന്നുള്ളതിന് 2 പോസിബിലിറ്റീസ് ആണ് അല്ലെ. ഒന്ന്, യെസ് ഇറ്റ് വിൽ ഹാപ്പൻ. 2, 2 ഇറ്റ് വിൽ നോട്ട് ഹാപ്പൻ എന്നുള്ളതാണ്. അപ്പൊ 50-50 ചാൻസ് ആണ് അത് സംഭവിക്കാനും സംഭവിക്കാതിരിക്കാനും. അങ്ങനെ നോക്കിയാൽ സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച് നോക്കുമ്പോൾ പല സമയത്തും സംഭവിക്കുന്നുണ്ടാവും, പല സമയത്തും സംഭവിക്കുന്നുണ്ടാവില്ല. അപ്പൊ അങ്ങനെ സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച് നോക്കിയാൽ ഇത് വളരെ ഫ്രീക്വന്റ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കുന്ന ഒരു കാര്യമായിരിക്കും. ഒരാൾ ഒരു സ്വപ്നം കാണുന്നു അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രിമോണിറ്ററി എക്സ്പീരിയൻസ് ഉണ്ടാവുന്നു, അത് സംഭവിക്കുന്നു എന്നുള്ളത്. പക്ഷേ പലർക്കും അത് സംഭവിക്കുന്നുണ്ടാവില്ല. പക്ഷേ എന്താണ്, ടു ദ റെയർ പേഴ്സൺ who dreams of disaster followed rapidly by its realization. വളരെ റയർ ആയിട്ട് ചില ആളുകൾ സ്വപ്നം കാണും എന്തോ ഡിസാസ്റ്റർ വരാൻ പോകുന്നുണ്ടെന്ന്, ഉടനെ തന്നെ അത് അധികം വൈകാതെ അത് റിയലൈസ്ഡ് ആവും, അത് സംഭവിക്കുകയും ചെയ്യും. അങ്ങനെയുള്ളവർ എന്താ വിചാരിക്കുക, ഇറ്റ് ഇസ് അൺകാനി ആൻഡ് ഓസം. അൺകാനി എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രേഞ്ച് ആണ്, നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത, ലോജിക്കലി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് അൺകാനി എന്നും. ഓസം വളരെ നമുക്ക് ഓ ഇൻസ്പയറിംഗ് ആയിട്ട്, നമുക്ക് ഭയങ്കര വണ്ടർ, ഓ മീൻസ് വണ്ടർ, something that makes you feel a lot of wonder, അങ്ങനെയാണ് നമുക്ക് തോന്നും. Such a coincidence must happen to someone every few months. Once in a few months ആർക്കെങ്കിലും ഇത് സംഭവിക്കുന്നുണ്ടാവും, വളരെ കോയിൻസിഡന്റൽ ആയിട്ട് തന്നെ സംഭവിക്കുന്നുണ്ടാവും. But those who experience a correct precognition understandably resist its explanation by coincidence. ഇങ്ങനെ എനിക്കൊരു പ്രീകഗ്നിഷൻ ഉണ്ടായി, അത് കറക്റ്റായി വന്നു എന്നുള്ള ആളുകൾ, ദോസ് ഹു എക്സ്പീരിയൻസ് എ കറക്റ്റ് പ്രീകഗ്നിഷൻ, അവരെന്ത് ചെയ്യും, അതിനെ കോയിൻസിഡൻസ് എന്ന് പറഞ്ഞ ആൾക്കാരെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അത് റെസിസ്റ്റ് ചെയ്യവേ, അതൊന്നും അല്ല, ശരിക്കും ഇത് സംഭവിച്ചതാണ്, എനിക്ക് എന്തോ ഒരു പവർ ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു ഹിന്റ് കിട്ടിയതാണ്, ലോകത്ത് എന്താ സംഭവിക്കാൻ പോകുന്നതിനെ പറ്റിയിട്ട് ഒരു ശകുനം അല്ലെങ്കിൽ ഒരു ഒമെൻ, ഒരു നിമിത്തം എന്നൊക്കെ നമ്മൾ പറയാം, അങ്ങനെ എന്തോ കിട്ടിയതാണ് എന്ന് അവര് വിശ്വസിക്കും. After my experience, I did not write a letter to an institute of parapsychology relating a compelling predictive dream which was not borne out by reality. That is not a memorable letter. But had the death I dreamt actually occurred, such a letter would have been marked down as evidence of precognition. The hits are recorded, the misses are not. Thus, human nature unconsciously conspires to produce a biased reporting of the frequency of such events. അപ്പൊ എങ്ങനെയാണ്, ചില ആളുകൾക്ക് ഇത് സംഭവിക്കും, ചില ആളുകൾക്ക് ഇത് സംഭവിക്കില്ല. സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിയാൽ അറ്റ്ലീസ്റ്റ് 50-50 ആവും, അല്ലെങ്കിൽ പല സമയത്തും ഇത് സംഭവിക്കുന്നുണ്ടാവില്ല, വളരെ കുറച്ച് സമയത്തായിരിക്കും ഇത് സംഭവിക്കുന്നത്. എന്നാലും സംഭവിച്ച ആള് അത് അവർക്ക് ശരിക്കും അങ്ങനെ എന്തോ പവർ ഉണ്ട് എന്ന് വിശ്വസിക്കുകയും ചെയ്യും. ഇനി എന്റെ ഈ എക്സ്പീരിയൻസ്, ഈ ഓതർക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായല്ലോ, വേർ ഹി ഡ്രീം ദാറ്റ് ഹിസ് റിലേറ്റീവ് വാസ് ഗോയിങ് ടു ഡൈ ബട്ട് ദ റിലേറ്റീവ് ഡിഡ് നോട്ട് ഡൈ. അങ്ങനെ ഒരു എക്സ്പീരിയൻസിന് ശേഷം ഈ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഓഫ് പാരാസൈക്കോളജി ബേസിക്കലി മീൻസ് നമ്മൾ ചുറ്റും കാണുന്ന, നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ, ലോജിക്കലി എക്സ്പ്ലെയിൻ ചെയ്യാത്ത കാര്യങ്ങളെ പറ്റി സ്റ്റഡി ചെയ്യുന്ന സൈക്കോളജിന്റെ ഒരു ബ്രാഞ്ച് ആണ് പാരാസൈക്കോളജി എന്ന് പറയുന്നത്. ഇങ്ങനത്തെ സ്പിരിറ്റ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങൾ, ഗോസ്റ്റ്, സ്പിരിറ്റ്, ഇങ്ങനത്തെ പ്രീകഗ്നിറ്റീവ് ഇവന്റ്സ് അല്ലെങ്കിൽ ഡ്രീംസ് എങ്ങനെ ശരിയായി വരുന്നു, ഇങ്ങനത്തെ കുറെ സംഭവങ്ങൾ സ്റ്റഡി ചെയ്യുന്നതാണ് പാരാസൈക്കോളജി. പാരാസൈക്കോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഞാനൊരു കത്ത് എഴുതിയില്ല.
എന്ത് പറഞ്ഞുകൊണ്ട്? റിലേറ്റിംഗ്, നരേറ്റിംഗ് a compelling predictive dream. എനിക്കൊരു ഡ്രീം ഉണ്ടായിരുന്നു, വളരെ സ്ട്രോങ് ആയി കമ്പല്ലിംഗ് ആയി തോന്നി, വിച്ച് വാസ് നോട്ട് ബോൺ ഔട്ട് ബൈ റിയാലിറ്റി. പക്ഷെ എന്റെ സ്വപ്നം ശരിയായില്ല എന്ന് പറഞ്ഞ് ഞാനൊരു ലെറ്റർ എഴുതിയില്ല. കാരണം എന്താ? ദാറ്റ് ഇസ് നോട്ട് എ മെമ്മറബിൾ ലെറ്റർ. ആർക്ക് വേണം? നമ്മളെല്ലാവരും സ്വപ്നം കാണും, സ്വപ്നം കണ്ട കാര്യങ്ങൾ നടക്കുന്നില്ല. അപ്പൊ അതാരും റെക്കോർഡ് ചെയ്ത് വെക്കില്ല, അതാരും ഓർത്ത് വെക്കില്ല, മെമ്മറബിൾ അല്ല. But had the death I dreamt actually occurred, if the death I dreamt about had actually occurred, അങ്ങനെ ഞാൻ മരിക്കും എന്ന് വിചാരിച്ചാൽ ശരിക്കും മരിച്ചിരുന്നെങ്കിൽ, ഞാൻ അങ്ങനെ എനിക്കൊരു സ്വപ്നം കണ്ടു, അത് സാക്ഷാത്കരിച്ചു വന്നു എന്ന് പറഞ്ഞൊരു ലെറ്റർ എഴുതിയിരുന്നെങ്കിൽ, such a letter would have been marked down as evidence of precognition. ഇയാൾക്ക് എന്തോ പ്രീകഗ്നിഷൻ സംഭവിച്ചു എന്നുള്ളതിന്റെ എവിഡൻസ് ആയിട്ട് അത് ആരെങ്കിലും നോട്ട് ചെയ്ത് വെച്ചേനെ. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? ലോകത്ത് പല ആളുകളും സ്വപ്നം കാണുന്നു, അത് സാക്ഷാത്കരിക്കുന്നില്ല, അത് ആരും എവിടെയും പറയുന്നില്ല, റെക്കോർഡ് ചെയ്യുന്നില്ല. പക്ഷെ കുറച്ച് ആളുകൾ മാത്രം സ്വപ്നം കണ്ടിട്ട് അത് സാക്ഷാത്കരിക്കുന്നുണ്ട് വല്ലപ്പോഴും. അത് എന്ത് ചെയ്യുന്നു? നമ്മൾ എഴുതി വെക്കുന്നു, നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുന്നു. ഒരു സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞു നമ്മൾ അതിനെപ്പറ്റി പറയുന്നു. The hits are recorded, the misses are not. That means hits എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇതൊരു ബേസ്ബോളിന്റെ ഒക്കെ ഒരു ടേം ആയിരിക്കും. നമ്മൾ ക്രിക്കറ്റിലൊക്കെ ഫോർ എക്സാമ്പിൾ പറയുമല്ലോ, അതായത് നമ്മൾ അടിച്ച് നമ്മൾ റൺ എടുക്കുന്നത് നമ്മൾ എഴുതി വെക്കും, എടുക്കാത്ത റണ്ണ് നമ്മൾ എഴുതുന്നില്ല. അതുപോലെയാണ് സംഭവിച്ച കാര്യങ്ങൾ മാത്രം റെക്കോർഡ് ചെയ്യുന്നു, സംഭവിക്കാത്തത് റെക്കോർഡ് ചെയ്യുന്നില്ല. അപ്പൊ ഫോർ എക്സാമ്പിൾ 100 പേരിങ്ങനെ സ്വപ്നം കാണുന്നു, അതിൽ 5 പേരുടെ സ്വപ്നം സാക്ഷാത്കരിച്ചു വരുന്നു, അല്ലെങ്കിൽ 10 പേരെ സാക്ഷാത്കരിച്ചു വരുന്നു. പക്ഷെ ഒരു 90 പേരുടേത് വരുന്നില്ല. അപ്പൊ ഈ ഏതാണ് കൂടുതൽ? 90 ആണ് അല്ലെ? 90 is more than 10. But these 90 instances which are actually which never happened, സ്വപ്നം സാക്ഷാത്കരിച്ച് വരില്ല എന്നാണ് ആ 90 പറയുന്നത്. അത് എവിടെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നില്ല. പകരം നമ്മൾ അറിയുന്നത് എന്താണ്? ഈ വർഷം 10 പേരുടെ സ്വപ്നം സത്യമായി വന്നു എന്നാണ്. ആക്ച്വലി ഔട്ട് ഓഫ് 100 ആണ് ഈ 10. അത് ചെറിയ നമ്പർ ആണ്. അത് ബൈ കോയിൻസിഡൻസ്, ബൈ ചാൻസ് മാത്രം സംഭവിച്ചതായിരിക്കും. ബട്ട് ബിക്കോസ് വി ഓൺലി റെക്കോർഡ് ദ ഹിറ്റ്സ്, ബിക്കോസ് വി ഓൺലി റെക്കോർഡ് ദ ഇൻസ്റ്റൻസസ് വേർ എ പ്രീകോഗ്നിഷൻ ടേൺസ് ഔട്ട് ടു ബി ട്രൂ, ആൻഡ് വി ഡോണ്ട് റെക്കോർഡ് ദ മെനി നമ്പർ ഓഫ് ഇൻസ്റ്റൻസസ് വെൻ ദാറ്റ് ഡസ് നോട്ട് ടേൺ ഔട്ട് ടു ബി ട്രൂ, then what happens? We think such precognitions actually happen. Thus, അത് അങ്ങനെയാണ് എന്ത്? ഹ്യൂമൻ നേച്ചർ തന്നെ. നമുക്ക് നടന്നതിൽ മാത്രമേ താല്പര്യമുള്ളൂ, നടക്കാത്തതിൽ നമുക്ക് താല്പര്യമില്ല. അതാണ് നമ്മുടെ നേച്ചർ, മനുഷ്യരുടെ നേച്ചർ. ഹ്യൂമൻ നേച്ചർ അൺകോൺഷ്യസ്ലി, അറിയാതെ തന്നെ കൺസ്പയർസ്, ഒരു കോൺസ്പിറസി പോലെ നമ്മൾ ഉണ്ടാക്കാണ്. പക്ഷെ അത് വേണമെച്ചിട്ട് കൺസ്പയർ ചെയ്യുന്നതല്ല, റാദർ നമ്മളത് അറിയാതെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്നാണ്. എന്താണ്? വി പ്രൊഡ്യൂസ് എ ബയസ്ഡ് റിപ്പോർട്ടിംഗ് ഓഫ് ദ ഫ്രീക്വൻസി ഓഫ് സച്ച് ഇവന്റ്സ്. ഇങ്ങനെ സംഭവിക്കുന്ന ഇവന്റ്സ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് പോലും എത്രണ്ണം ഫ്രീക്വന്റ് ആയിട്ടാണ് എന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് വളരെ ബയസ്ഡ് ആയിട്ടാണ്. കാരണം സംഭവിച്ചത് മാത്രം റിപ്പോർട്ട് ചെയ്യുന്നു, സംഭവിക്കാത്തത് റിപ്പോർട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ 10 പേർക്ക് സംഭവിച്ചു എന്ന് പറയുമ്പോൾ വാവ്, ദാറ്റ് ഇസ് ഗ്രേറ്റ്, ദാറ്റ് ഇസ് ഓസം, ദാറ്റ് ഇസ് അൺകാനി എന്നൊക്കെ നമ്മൾ പറയും. ബട്ട് ദിസ് ഇസ് ഓൺലി 10 ഔട്ട് ഓഫ് 100. 90 പീപ്പിൾ ഡിഡ് നോട്ട് ആക്ച്വലി എക്സ്പീരിയൻസ് ഇറ്റ് എന്ന് പറയുമ്പോൾ അത് നമ്മൾ വേറെ രീതിയിൽ കാണേണ്ടി വരും. Now, precognitive dreams are typical of claims made on the boundary or edge of science. ഇതുപോലെ നേരത്തെ പറഞ്ഞ ബൗണ്ടറി ഓഫ് സയൻസ്, എഡ്ജ് ഓഫ് സയൻസ്, അതായത് ക്ലെയിം ആണ് പക്ഷെ പ്രൂവ് ചെയ്തിട്ടില്ല, അങ്ങനെയുള്ളതിന്റെ ടിപ്പിക്കൽ എക്സാമ്പിൾസ് ആണ് ഈ പറഞ്ഞ precognitive dreams. എങ്ങനെയാണ്? ഹൗ ഡു ദോസ് തിങ്സ് വർക്ക്? An amazing assertion is made, something out of the ordinary, marvelous or awesome, or at least not tedious. ആദ്യം ആരോ ഒരു അസേർഷൻ, ഒരു ക്ലെയിം പറയുന്നു, സാധാരണ ഒരു കാര്യത്തിനെ പറ്റിയല്ല, ഔട്ട് ഓഫ് ദി ഓർഡിനറി, എക്സ്ട്രാ ഓർഡിനറി ആയ ഒരു കാര്യത്തെ പറ്റി, അല്ലെങ്കിൽ മാർവലസ്, നമുക്ക് വളരെ അത്ഭുതം തോന്നുന്ന ഒരു കാര്യത്തെ പറ്റി, ഓർ ഓസം, നമുക്ക് എന്തോ വാവ്, എന്താ ഇത് എന്നൊക്കെ തോന്നിക്കുന്ന രീതിയിൽ അങ്ങനെയുള്ള എന്തോ സംഭവിക്കുന്നു. ഇനി അതൊന്നും അല്ലെങ്കിലും അറ്റ്ലീസ്റ്റ് നോട്ട് ടീഡിയസ്. ടീഡിയസ് മീൻസ് ബോറിങ്. അറ്റ്ലീസ്റ്റ് ബോറിങ് അല്ലാത്ത, സാധാരണമല്ലാത്ത എന്തോ കാര്യത്തിനെ പറ്റി ആദ്യം ഒരാൾ ഒരു അസേർഷൻ, ഒരു ക്ലെയിം പറയുന്നു. അതായത് ദിസ് ക്ലെയിം സർവൈവ് സൂപ്പർഫിഷ്യൽ സ്ക്രൂട്ടിനി ബൈ ലേ പീപ്പിൾ ആൻഡ് സംടൈംസ് മോർ ഡീറ്റെയിൽഡ് സ്റ്റഡി ആൻഡ് മോർ ഇംപ്രസീവ് എൻഡോഴ്സ്മെന്റ് ബൈ സെലിബ്രിറ്റീസ് ആൻഡ് സയന്റിസ്റ്റ്. ആദ്യം ഇത് സ്ക്രൂട്ടിനി എന്ന് പറഞ്ഞാൽ എക്സാമിൻ ചെയ്യുന്നത്, അതിനെ ഇൻസ്പെക്ട് ചെയ്യുന്നത്, അതിനെ അനലൈസ് ചെയ്യുന്നത് ആദ്യം ലേ പീപ്പിൾ ആണ്. ലേ പീപ്പിൾ മീൻസ് ഓർഡിനറി പീപ്പിൾ, സാധാരണക്കാർ.
സാധാരണക്കാരാണ് ആദ്യം അതിനെ നോക്കുന്നത്. അപ്പൊ അവർക്ക് ഇത് തോന്നും, ശരിയാണല്ലോ എന്ന് തോന്നും. സൂപ്പർഫിഷ്യലായിട്ട് സാധാരണക്കാർ നോക്കുന്നുള്ളൂ. അതിനുശേഷം എന്തുണ്ടാവുന്നു, സെലിബ്രിറ്റീസ് ആൻഡ് സയന്റിസ്റ്റ്, സെലിബ്രിറ്റീസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഫീൽഡിലെ എക്സ്പേർട്സ് ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ സയന്റിസ്റ്റുകൾ, അവർ ഇതിനെ കൂടുതൽ ഡീറ്റെയിൽ ആയി സ്റ്റഡി ചെയ്തിട്ട് ചില സമയത്ത് എന്ത് ചെയ്യുന്നു, അവർ ഇത് ശരിയാണെന്ന് എൻഡോഴ്സ് ചെയ്യുന്നു. എൻഡോഴ്സ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെസ് ഐ സപ്പോർട്ട് ദിസ് എന്ന് പറയുന്നതാണ് എൻഡോഴ്സ്മെന്റ്. അപ്പോൾ ആദ്യം ഒരാൾ ഇങ്ങനെ സംഭവിച്ചു, ഇത് സംഭവിച്ചു, എനിക്കൊരു പ്രീ കോഗ്നിറ്റീവ് ഡ്രീം ഉണ്ടായി എന്ന് അസേർട്ട് ചെയ്യുന്നു, ക്ലെയിം ചെയ്യുന്നു. പിന്നീട് സാധാരണക്കാർ അത് കേട്ടിട്ട് വളരെ സൂപ്പർഫിഷ്യലായി അതിനെപ്പറ്റി സ്റ്റഡി ചെയ്തിട്ട് ശരിയാണെന്ന് പറയും. അതിനുശേഷം ചിലപ്പോൾ സയന്റിസ്റ്റുകൾ അല്ലെങ്കിൽ എക്സ്പേർട്സ് അതിനെ സ്റ്റഡി ചെയ്ത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയി സ്റ്റഡി ചെയ്തിട്ട് ഇത് ശരിയാണെന്ന് തോന്നുന്നു എന്ന് അവർ പറയുന്നു. Those who accept the validity of the assertion resist all attempts at conventional explanation. Conventional എന്ന് പറഞ്ഞാൽ സാധാരണ എക്സ്പ്ലനേഷൻ, കൺവെൻഷണൽ എക്സ്പ്ലനേഷൻ വെച്ചിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആരെങ്കിലും ശ്രമിച്ചാൽ ആ അറ്റംപ്റ്റ്സ്, ആ ശ്രമങ്ങളെ എല്ലാം റെസിസ്റ്റ് ചെയ്യും ആര്, ദോസ് ഹു ആക്സെപ്റ്റ് ദ വാലിഡിറ്റി ഓഫ് ദി അസേർഷൻ. ഈ അസേർഷൻ വാലിഡ് ആണെന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ അതിനെ സാധാരണ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ആരെങ്കിലും ശ്രമിച്ചു കഴിഞ്ഞാൽ ഇതിനൊക്കെ ഒരു ലോജിക്കലായിട്ടൊരു സംഭവം ഉണ്ട്, നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിങ്ങൾക്കൊരു സൂപ്പർ പവർ ഉള്ളതല്ല, ഇതിന്റെ പിന്നിൽ ഒരു ലോജിക്കൽ റീസൺ ഉണ്ട് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചാൽ അതിനെ റെസിസ്റ്റ് ചെയ്യാൻ അതൊന്നുമല്ല എന്ന് പറഞ്ഞിട്ട് അത് റെസിസ്റ്റ് ചെയ്യും. Now, the most common correct explanations are of two sorts. ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു, എനിക്കൊരു പ്രീകോഗ്നിറ്റീവ് ഡ്രീം ഉണ്ടായി, അത് സത്യമായി വന്നു, അതുകൊണ്ട് എനിക്ക് പവർ ഉണ്ട്, സിക്സ്ത് സെൻസ് ഉണ്ട് എന്നൊക്കെ ഒരാൾ പറയുമ്പോൾ സാധാരണ നിലയ്ക്ക് അതിന് രണ്ട് എക്സ്പ്ലനേഷൻസ് ആണ് ഉണ്ടാവുന്നത്. എന്തൊക്കെയാണ്? വൺ ഇസ് കോൺഷ്യസ് ഫ്രോഡ്, യൂഷ്വലി ബൈ ദോസ് വിത്ത് എ ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ് ഇൻ ദി ഔട്ട്കം. കോൺഷ്യസ് ആയിട്ട് വേണമെന്ന് വെച്ചിട്ട് ആളുകൾ എന്താണ്, ഫ്രോഡ് ചെയ്യാണ്, മറ്റുള്ളവരെ പറ്റിക്കാൻ ശ്രമിക്കുകയാണ്. യൂഷ്വലി എന്തിനാണ്? Who does that? It is done by those who have a financial interest in the outcome. എന്തോ ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ട്, എനിക്ക് പ്രീകോഗ്നിറ്റീവ് ഡ്രീം ഉണ്ട് എന്ന് പറഞ്ഞ ആളുകൾ വിശ്വസിക്കുന്നതിൽ എനിക്ക് അതിൽ നിന്ന് എന്തോ പൈസ കിട്ടാൻ, ആൾക്കാരുടെ അടുത്ത് പൈസ തട്ടിയെടുക്കാനുള്ള എന്തോ ഒരു ഓപ്ഷൻ, എന്തോ ഒരു ഓപ്പർച്യൂണിറ്റി ഞാൻ കാണുന്നുണ്ട്. അങ്ങനെ ആകുമ്പോഴാണ് കോൺഷ്യസ്ലി വേണമെന്ന് വെച്ചാൽ ഞാനിത് ഒരു ഫ്രോഡായിട്ട് ഞാൻ പറയുന്നത്, ആൾക്കാരെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നു എനിക്കിങ്ങനെ പവർ ഉണ്ടെന്ന്. ദോസ് ഹു ആക്സെപ്റ്റ് ദ ഫിനോമിന, അത് വിശ്വസിക്കുന്ന ആൾക്കാർ, അത് ആക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാർ, ദേ ഹാവ് ബീൻ ബാംബൂസിൽഡ്. ബാംബൂസിൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇറ്റ് മീൻസ് ഫ്രോഡ്. ബാംബൂസിൽഡ് എന്ന് പറഞ്ഞാൽ they have been defrauded, they have been fooled. അവരെ പറ്റിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വേണമെന്ന് വെച്ചാൽ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി ചിലർ പറയുന്നുണ്ട്, പൈസ ഉണ്ടാക്കാനോ അങ്ങനെ എന്തോ റീസൺസിന് വേണ്ടിയിട്ട്. അത് വിശ്വസിക്കുന്ന ആൾക്കാർ പറ്റിക്കപ്പെടുന്നവരും ഉണ്ട്. അപ്പൊ ഇതാണ് ആദ്യത്തെ എക്സ്പ്ലനേഷൻ, വേണമെന്ന് വെച്ചാൽ ആരെയോ പറ്റിക്കാൻ വേണ്ടി പറയുന്നു. The other explanation often applies when the phenomena are uncommonly subtle and complex, when nature is more intricate than we have guessed. രണ്ടാമത്തെ എക്സ്പ്ലനേഷൻ എന്ന് വെച്ചാൽ വേണം വെച്ച് പറ്റിക്കുന്നത് അല്ല, പക്ഷെ നമ്മൾ സ്റ്റഡി ചെയ്യുന്ന ഫിനോമിന മീൻസ് ദാറ്റ് ഇവന്റ് ദാറ്റ് യു ആർ സ്റ്റഡിയിങ്, അത് അൺകോമൺലി സാധാരണയിലും കൂടുതൽ കോംപ്ലക്സ് ആണ്, സട്ടിലാണ്. സട്ടിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അത് മനസ്സിലാക്കാൻ പറ്റില്ല, പെട്ടെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റാത്ത എന്തോ കുറച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള, വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എന്തോ അതിലുണ്ട്. നമ്മൾ നോക്കുന്ന ആ ഫിനോമിനയിൽ എന്തോ ഉണ്ട്. When nature is more intricate than we have guessed. Intricate also means complex. Nature വർക്ക് ചെയ്യുന്നത് തന്നെയാണ്, പക്ഷെ അത് നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടിലും, നമ്മൾ പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടിലും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള രീതിയിലാണ് നേച്ചർ വർക്ക് ചെയ്യുന്നത്. ആൻഡ് വെൻ ഡീപ്പർ സ്റ്റഡീസ് റിക്വയർഡ് ഫോർ അണ്ടർസ്റ്റാൻഡിങ്, നമ്മൾ കുറച്ചുകൂടി ഡീപ്പായി വേറെ രീതിയിൽ ചിന്തിച്ചതിനെ മനസ്സിലാക്കിയാൽ ചിലപ്പോൾ അതിനൊരു ലോജിക്കൽ എക്സ്പ്ലനേഷൻ, ഒരു നാച്ചുറൽ എക്സ്പ്ലനേഷൻ ഉണ്ടാവും. പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. അതുകൊണ്ട് വളരെ സൂപ്പർഫിഷ്യൽ ആയിട്ടോ സാധാരണ രീതിയിൽ അതിനെ അനലൈസ് ചെയ്യാൻ നോക്കിയാൽ നമുക്ക് ചിലപ്പോൾ മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും, അത്രയും ഡീറ്റെയിൽഡ് ആയി നമുക്ക് അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ നമ്മൾ ഒരുമ്പെടാത്തത് കൊണ്ട് തന്നെ, അത് നമ്മൾ ട്രൈ ചെയ്യാത്തത് കൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെ വേണമെന്ന് അറിയാത്തത് കൊണ്ട് തന്നെ നമ്മുടെ പ്രതീക്ഷയ്ക്ക് അതീതമായി കോംപ്ലിക്കേറ്റഡ് ആയ ഒരു സിറ്റുവേഷൻ ആവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, എളുപ്പമുള്ള ഒരു എക്സ്പ്ലനേഷൻ അതിന് ഇട്ട് കൊടുക്കും, വിച്ച് ഇസ് ദാറ്റ് ദിസ് ഇസ് ദ റിസൾട്ട് ഓഫ് സം extra power or extra sensory perception. Many precognitive dreams fit this second explanation. അപ്പൊ ഈ രണ്ടാമത്തെ എക്സ്പ്ലനേഷൻ ആണ് പല പ്രീകോഗ്നിറ്റീവ് ഡ്രീംസിനും ഉണ്ടാവുക. അതായത് ഞാൻ ഒരു കാര്യം സംഭവിക്കാൻ പോകുന്നു എന്ന് വിചാരിച്ചിട്ട് അത് സംഭവിക്കുമ്പോൾ ആക്ച്വലി ലോജിക്കലി എങ്ങനെ എനിക്കത് അറിയാം,
there is no way I would have known that tomorrow this is going to happen. അതുകൊണ്ട് ഞാൻ വിചാരിക്കും ഇത് എന്തോ എക്സ്ട്രാ സെൻസറി പവർ ആണ് എനിക്കുള്ളത് എന്ന്. പക്ഷെ വളരെ ഡീറ്റെയിൽ ആയി പഠിച്ചാൽ മേ ബി എന്തെങ്കിലും ഉണ്ടാവും. ചിലപ്പോൾ എന്തെങ്കിലും എനിക്ക് ഹിന്റ് കിട്ടിയത് ഞാൻ അറിയാതെ തന്നെ എന്തെങ്കിലും എനിക്ക് ചില ഐഡിയാസ് കിട്ടിയിട്ടുണ്ടാവും. ഞാൻ അങ്ങനെ എന്തെങ്കിലും റീസൺ ഉണ്ടാവുമായിരിക്കും. അത് വളരെ ഡീപ്പായി പഠിച്ചാൽ മാത്രമേ ചിലപ്പോൾ അത് മനസ്സിലാവുള്ളൂ. എങ്ങനെയാണ് ഇപ്പൊ ഒരു നാളെ ഒരു 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 ഡിസാസ്റ്റർ സംഭവിക്കാൻ പോവുകയാണ്, ലൈക്ക് ഒരു ആക്സിഡന്റ് അല്ലെങ്കിൽ ഒരു എർത്ത് ക്വേക്ക് നാളെ സംഭവിക്കാൻ പോവാന്ന് ഇന്ന് എനിക്കറിയാൻ ഒരു നിവൃത്തിയും ഇല്ല എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ ചിലപ്പോൾ നമ്മൾ പറയുന്നുണ്ടല്ലോ, ആനിമൽസിനൊക്കെ ഡിസാസ്റ്റർ ഉണ്ടാവുന്നതിന് മുമ്പ് അവർക്കറിയാം, അവർക്ക് എന്തൊക്കെയോ ചില ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ട്. അതുപോലെ നമ്മൾക്കും എന്തെങ്കിലുമൊക്കെ കുറെ ഹിന്റ് കിട്ടിയതായിരിക്കും. അപ്പോൾ ശരിക്കും നമ്മൾ അത് സ്റ്റഡി ചെയ്യേണ്ട രീതിയിൽ ചെയ്താൽ നമുക്ക് അതിനൊരു എക്സ്പ്ലനേഷൻ കിട്ടുമായിരിക്കും. പക്ഷെ അതെങ്ങനെ ചെയ്യണം, ഹൗ ടു റീച്ച് ദാറ്റ് നാച്ചുറൽ എക്സ്പ്ലനേഷൻ എന്ന് നമുക്ക് അറിയില്ല. നമുക്കെന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് മാത്രമല്ല, സയന്റിസ്റ്റുകൾക്ക് പോലും അറിയാത്ത ചില കാര്യങ്ങൾ ഉണ്ടാവും. അത് നാളെയോ മറ്റന്നാളോ സയൻസ് അവിടം വരെ എത്തിയിട്ട് സയന്റിസ്റ്റുകൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. പക്ഷെ ഇപ്പോഴത്തെ സയൻസിന് അറിയാത്ത കാര്യങ്ങൾ ചിലപ്പോൾ ഉണ്ടാവും. അത് കാണുമ്പോൾ നമ്മൾ എന്ത് വിചാരിക്കും, അത് എന്തോ സൂപ്പർ പവർ ആണ് എന്ന്. ഹിയർ ഇങ്ങനെയുള്ള ഇൻസ്റ്റൻസസിൽ, ഇങ്ങനെയുള്ള അവസരങ്ങളിൽ വെരി ഓഫൺ പലപ്പോഴും വി ബാംബൂസിൽ അവർസെൽസ്, വി ഫൂൾ അവർസെൽസ്. അപ്പൊ നമ്മൾ നമ്മളെ തന്നെ പറ്റിക്കാണ്. അപ്പൊ രണ്ട് ഓപ്ഷനാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ. ഒന്ന്, വേണം വെച്ചിട്ട് ഒരാൾ മറ്റൊരാളെ പറ്റിക്കുന്നത്. രണ്ട്, കാര്യങ്ങളുടെ സീരിയസ്നെസ് അല്ലെങ്കിൽ കാര്യങ്ങളുടെ കോംപ്ലക്സിറ്റി അറിയാതെ നമ്മൾ നമ്മളെ തന്നെ പറ്റിക്കുകയാണ്. എളുപ്പമുള്ള ഒരു എക്സ്പ്ലനേഷൻ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ നമ്മളെ തന്നെ പറ്റിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇത് രണ്ടും ഒരേപോലെ അല്ല എന്നാണ് കാൾ സേഗൻ പറയുന്നത്. അതായത് വേണിച്ചിട്ട് ആൾക്കാരെ പറ്റിക്കുന്നതും നമ്മൾ നമ്മളെ തന്നെ പറ്റിക്കുന്നതും രണ്ടും ഒരേപോലെ അല്ല. ഐ മേക്ക് എ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ദോസ് ഹു പെർപെട്രേറ്റ് ആൻഡ് പ്രൊമോട്ട് ബോർഡർ ലൈൻ ബിലീഫ് സിസ്റ്റംസ് ആൻഡ് ദോസ് ഹു ആക്സെപ്റ്റ് ദം. ബോർഡർ ലൈൻ, നേരത്തെ പറഞ്ഞ പോലെ ബോർഡറിൽ കിടക്കുന്ന ബിലീഫ് സിസ്റ്റംസ്, ഫുള്ളി സയന്റിഫിക് അല്ലാത്ത ബിലീഫ് സിസ്റ്റംസിനെയാണ് ബോർഡർ ലൈൻ ബിലീഫ് സിസ്റ്റംസ് എന്ന് പറയുന്നത്. വിശ്വാസങ്ങൾ, പ്രൂവ് ചെയ്യപ്പെടാത്ത ചില വിശ്വാസങ്ങൾ, പക്ഷെ സയൻസ് ആണെന്ന് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ. അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാര്, വേണമെന്ന് വെച്ചിട്ട് അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ആളുകളും അതിനെ ആക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരും തമ്മിൽ ഒരു വ്യത്യാസം, ഒരു ഡിസ്റ്റിങ്ഷൻ ഉണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്താണ്? ദ ലാറ്റർ, അതായത് ആക്സെപ്റ്റ് ചെയ്യുന്നവര്, ദ ലാറ്റർ ആർ ഓഫൻ ടേക്കൺ ബൈ ദ നോവൽറ്റി ഓഫ് ദ സിസ്റ്റംസ് ആൻഡ് ദ ഫീലിംഗ് ഓഫ് ഇൻസൈറ്റ് ആൻഡ് ഗ്രാൻഡിയർ ദാറ്റ് ദേ പ്രൊവൈഡ്. അപ്പൊ ഇങ്ങനെയുള്ള ചില സംഭവങ്ങൾ ഉണ്ട് എന്ന് വിശ്വസിക്കുമ്പോൾ, ഇങ്ങനത്തെ ചില സിസ്റ്റംസ് ഉണ്ട്, ചില ESP പോലുള്ള ചില പവേഴ്സ് ഉണ്ട് എന്ന് വിശ്വസിക്കുമ്പോൾ നമുക്ക് അത് വളരെ നോവലായിട്ട്, നോവൽറ്റി മീൻസ് സംതിങ് വെരി ന്യൂനെസ് എന്നാണ് നോവൽറ്റിയുടെ അർത്ഥം. നമ്മൾ കാണുന്ന സാധാരണ ജീവിതത്തിൽ, വളരെ ബോറിംഗ് ആയിട്ടുള്ള ജീവിതത്തിൽ നിന്നും വ്യത്യസ്തമായി, ന്യൂ ആയി, നോവലായി എന്തോ ഉണ്ടെന്ന് നമുക്ക് തോന്നുകയും അങ്ങനെയുള്ള തോന്നലിൽ കൂടെ നമുക്കൊരു ഫീലിംഗ് ഓഫ് ഇൻസൈറ്റ്, വൗ ദിസ് ഗിവ്സ് മീ ആൻ ഇൻസൈറ്റ് അബൌട്ട് ദ വേൾഡ് എന്ന് നമുക്ക് തോന്നുന്നതും, ആൻഡ് എ സെൻസ് ഓഫ് ഗ്രാൻഡിയർ, വൗ ദ വേൾഡ് ഇസ് സോ അമേസിങ് എന്ന് തോന്നുന്നതാണ് ഗ്രാൻഡിയർ. ദ വേൾഡ് ഇസ് സോ ഗ്രാൻഡ്. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലേ ലോകത്തെന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര നമുക്കൊരു ഇൻസ്പിറേഷൻ തോന്നുന്നതാണ്. അതാണ് പലപ്പോഴും ഇങ്ങനെയുള്ള സംഭവങ്ങളെ ആളുകൾ വിശ്വസിക്കാനുള്ള കാരണം. These are in fact scientific attitudes and scientific goals. സയൻസിന്റെ ആറ്റിറ്റ്യൂഡ് ഇതാണ്, അതായത് ക്യൂരിയോസിറ്റി, വണ്ടർ, ഇതൊക്കെ തന്നെയാണ് സയൻസിനുള്ളത്. അതിന് സയന്റിഫിക് ഗോൾസ് ആണ് ലോകത്തെ മനസ്സിലാക്കാനുള്ള ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ സയന്റിസ്റ്റുകളുടെയും ഗോൾ അത് തന്നെയാണ്. അപ്പോൾ ഈ ഫീലിംഗ് ക്യൂരിയസ്, feeling a sense of wonder, wanting life to be more interesting than it actually is, wanting nature, wanting the world to be more wonderful than it actually is എന്നുള്ളത് സയന്റിസ്റ്റുകൾക്കും ഉള്ള ഒരു ആറ്റിറ്റ്യൂഡാണ്, സയന്റിസ്റ്റുകളുടെയും ഗോളാണ്. അതുകൊണ്ട് അതൊരു തെറ്റേ അല്ല. അങ്ങനെയുള്ള ചിന്തകൾ ഉള്ളത് കൊണ്ടാണ് നമ്മളുടെ സാധാരണക്കാർ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ESP ഉണ്ടെന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് ആവേശത്തോടുകൂടി അത് പോയിട്ട് ആക്സെപ്റ്റ് ചെയ്യുന്നത്. It is easy to imagine extraterrestrial visitors who look like human beings, flew space vehicles and even airplanes like our own, and taught our ancestors civilization. അപ്പൊ അടുത്ത ഒരു സംഭവം പറയാൻ പോകുന്നതാണ് എക്സ്ട്രാ ടെറസ്ട്രിയൽ വിസിറ്റേഴ്സ്, ഏലിയൻസ് എന്ന് നമ്മൾ പറയുന്നത്. ഏലിയൻസ് പറഞ്ഞാൽ മറ്റ് അന്യഗ്രഹ ജീവികൾ, മറ്റ് സ്പേസിലോ മറ്റ് ഗ്രഹങ്ങളിലോ ജീവിക്കുന്ന, അതർ പ്ലാനറ്റ്സിൽ ജീവിക്കുന്ന ഏതോ ലൈഫ് ഫോംസിനെയാണ് നമ്മൾ ഏലിയൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഏലിയൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇമാജിൻ ചെയ്യുന്നത് എന്താ, നമ്മളെ പോലെ തന്നെ ഹ്യൂമൻ ബീങ്സിനെ പോലെ, മേ ബി ചിലപ്പോൾ കളറൊക്കെ വ്യത്യാസം ഉണ്ടാവും, പച്ചയായിരിക്കും, തലയിൽ ആന്റിന ഉണ്ടാവും, 3 കണ്ണുണ്ടാവും, അങ്ങനെയൊക്കെ ആണെങ്കിലും ഏകദേശം മനുഷ്യരെ പോലെയുള്ള എക്സ്ട്രാ ടെറസ്ട്രിയൽ വിസിറ്റേഴ്സ് ഹു ഹാവ് കം ഫ്രം
ഔട്ട്സൈഡ് ദി എർത്ത് ഫ്രം അതർ പ്ലാനറ്റ്സ്. സ്പേസ് വെഹിക്കിൾസ് ഒക്കെ ഓടിച്ച്, നമുക്കും പ്ലെയിനും സ്പേസ് ഷിപ്പൊക്കെ ഓടിക്കാൻ നമുക്കും അറിയാം. അതുപോലെ അവരും ഓടിച്ചു വരുന്നു, നമ്മളെ പോലെ തന്നെയുള്ള എയറോപ്ലെയിനോ സ്പേസ് ഷിപ്പോ ഒക്കെ ഓടിച്ച് ഈ ഭൂമിയിലേക്ക് വന്ന് നമ്മൾ പണ്ട് കാലത്ത് വന്നിട്ടുണ്ടെന്നാണ് പല ആൾക്കാരും വിശ്വസിക്കുന്നത്. നമ്മളെ ആൻസിസ്റ്റേഴ്സിന് സിവിലൈസേഷൻ പഠിപ്പിച്ചു കൊടുത്തത് ഏലിയൻസ് ആണെന്ന് പലരും വിശ്വസിക്കുന്നുണ്ട്. അതൊക്കെ വെറും വിശ്വാസങ്ങളാണ്. പക്ഷെ ഇത് വിശ്വസിക്കാൻ എളുപ്പമാണ്. കാരണം എന്താണ്? നമ്മളെപ്പോലെ തന്നെ കണ്ടാലും നമ്മളുടെ പോലത്തെ കഴിവുകളുള്ള, നമ്മളെപ്പോലെ ചിന്തിക്കുന്ന, നമ്മളെപ്പോലെ ഫീലിങ്സ് ഉള്ള ഏതോ ജീവികൾ മറ്റ് ഗ്രഹങ്ങളിൽ ജീവിക്കുന്നെന്നും അവർ നമ്മളുമായി കോണ്ടാക്റ്റിൽ വരാൻ ആഗ്രഹിക്കുന്നുവെന്നും വിശ്വസിക്കാൻ വളരെ എളുപ്പമാണ്. ദിസ് ഡസ് നോട്ട് സ്ട്രെയിൻ അവർ ഇമാജിനേറ്റീവ് പവേഴ്സ് ഓവർലി. ഇത് നമ്മുടെ ഇമാജിനേഷനിൽ വലിയൊരു സ്ട്രെയിൻ ഒന്നും വയ്ക്കുന്നില്ല. നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണിത്. ആൻഡ് ദിസ് ഇസ് സഫിഷ്യന്റ്ലി സിമിലർ ടു വെസ്റ്റേൺ റിലീജിയസ് this is sufficiently similar to familiar Western religious stories to seem comfortable. ഇപ്പോൾ ഗ്രീക്ക് മിത്തോളജിയിലൊക്കെ പറയുന്നുണ്ട്, ഗോഡ്സ് എന്ന് പറഞ്ഞിട്ട് സിയൂസ്, പൊസൈഡൻ, ഹേഡീസ്, ഏരീസ്, അത്തീന, അഫ്രൊഡൈറ്റി, അങ്ങനെ കുറെ ഗോഡ്സ് ആൻഡ് ഗോഡസസ് ഉണ്ടെന്നും അവര് വന്നിട്ട് ഭൂമിയിൽ വന്നിട്ട് മനുഷ്യർക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, പഠിപ്പിച്ചു കൊടുക്കുന്നു എന്നും പറയുന്നത് പോലെ വെസ്റ്റേൺ റിലീജിയസ് സ്റ്റോറീസ് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെയാണ്. ഗ്രീക്ക് മിത്തോളജി, റോമൻ മിത്തോളജി, അതിലെല്ലാം ഇതുപോലെ നമ്മളുടെ ലോകത്തിൽ നിന്ന് അപ്പുറത്തായിട്ട് വേറെന്തോ ഒരു ലോകമുണ്ടെന്നും അവിടെ കുറെ ഗോഡ്സ് എന്ന് പറയുന്ന ഗോഡ്സ് ആൻഡ് ഗോഡസസ് ഉണ്ടെന്നും അവര് വന്ന് നമുക്ക് പലതും പഠിപ്പിച്ചു തരുന്നു എന്നും, പ്രോമെത്യൂസ് ഫയർ കൊണ്ടുവന്ന് തന്നു നമുക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. അതുമായി വളരെ സിമിലർ ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് എന്ത്, മറ്റേതോ ഗ്രഹത്തിൽ നിന്ന് ചില ജീവികൾ, നമ്മളെ പോലെ തന്നെയുള്ള ജീവികൾ വന്ന് നമുക്ക് എന്തൊക്കെയോ പറഞ്ഞു തരുന്നു എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് വെരി ഫെമിലിയർ ടു ഓർഡിനറി പീപ്പിൾ ആൻഡ് it doesn't put a strain on their imagination. എളുപ്പം ഇമാജിൻ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കാരണം അവർക്ക് ഓൾറെഡി ഫെമിലിയർ ആയ കഥകളെ പോലെ അവർക്ക് അത് തോന്നുന്നു. അതുകൊണ്ട് തന്നെ അത് വിശ്വസിക്കാൻ ആൾക്കാർക്ക് കുറച്ചും കൂടി എളുപ്പമാണ്. പക്ഷേ the search for Martian microbes of exotic biochemistry or for interstellar radio messages from intelligent beings biologically very dissimilar from us is more difficult to grasp and not as comforting. പക്ഷെ ഇത്രയും എളുപ്പമല്ലാതെ മനസ്സിലാക്കാൻ, ഗ്രാസ്പ് ചെയ്യാൻ എളുപ്പമല്ലാത്ത, ഡിഫിക്കൽട്ട് ആയിട്ടുള്ള വേറെ ചില സംഭവങ്ങളാണ് ആക്ച്വലി ഏലിയൻസിനെ പറ്റി സയന്റിസ്റ്റുകൾ നടത്തുന്ന സ്റ്റഡി. എന്താണ്? ദ സെർച്ച് ഫോർ മാർഷ്യൻ മൈക്രോബ്സ് ഓഫ് എക്സോട്ടിക് ബയോകെമിസ്ട്രി. എക്സോട്ടിക്, നമ്മളെപ്പോലെ അല്ലാത്ത ബയോകെമിസ്ട്രി ഉള്ള, ഹ്യൂമൻ ബീങ്സിനെ പോലെ അല്ലാത്ത ബയോളജിയും ബയോകെമിസ്ട്രിയും ഒക്കെ ഉള്ള മാർഷ്യൻ മൈക്രോബ്സ്. മാർസിലൊക്കെ പോയി നമ്മൾ നോക്കുമ്പോൾ ഇപ്പോഴത്തെ സയന്റിസ്റ്റുകൾക്ക് അറിയാം, ബിക്കോസ് വി ഹാവ് ഡൺ സോ മച്ച് ഓഫ് റിസർച്ച്. മാർസിൽ പോയി ഇങ്ങനെ സാറ്റലൈറ്റുകൾ അയച്ചും പല രീതിയിലൊക്കെ നമുക്ക് അറിയാം അവിടെ എന്തുണ്ട് എന്തില്ല എന്ന്. അപ്പൊ അതുകൊണ്ട് അവിടെ നമ്മളെപ്പോലെ നടക്കുന്ന മനുഷ്യരൊന്നും ഇല്ല നമുക്കറിയാം. പകരം നമ്മൾ എന്താണ് അവിടെ സയന്റിസ്റ്റുകൾ പോയി നോക്കുന്നത്? മൈക്രോബ്സ്, ചെറിയ ചെറിയ വല്ല ബാക്ടീരിയ, അങ്ങനത്തെ ചെറിയ ഓർഗാനിസംസ് അവിടെ ഉണ്ടോ എന്നാണ് നോക്കുന്നത്. അപ്പൊ ഏലിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ഫുൾ നമ്മളെ പോലെയുള്ള, കാണാനുള്ള, അല്ലെങ്കിൽ നമ്മളെ പോലെ ചിന്തിക്കാനും ഫീൽ ചെയ്യാനും പവേഴ്സ് ഉള്ള, കേപ്പബിലിറ്റീസ് ഉള്ള, ടെക്നോളജി ഒക്കെ യൂസ് ചെയ്യുന്ന ഇന്റലിജന്റ് ബീയിങ്സ് ആവണമെന്നില്ല. പകരം ഇങ്ങനെ ചെറിയ ചെറിയ മൈക്രോബ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ നമ്മളിൽ നിന്നും ബയോളജിക്കലി വെരി ഡിസിമിലർ, ബയോളജിക്കലി വെരി ഡിഫറെന്റ് ആയിട്ടുള്ള ഏതോ ജീവികൾ ദൂരെ ഏതോ പ്ലാനറ്റ്സിൽ ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്നും അവരിൽ നിന്നും അവർ ഇന്റലിജന്റ് ബീയിങ്സ് ആണ്, നമ്മളെ പോലെ തന്നെ ചിന്തിക്കാൻ പറ്റുന്ന ബീയിങ്സ് ആണ്. പക്ഷെ അവര് നമ്മളെപ്പോലെ അല്ല. ഇന്റലിജന്റ് ആണെങ്കിലും അവർ നമ്മളെ പോലെ ആവണമെന്നില്ല, ബയോളജിക്കലി കണ്ടാൽ നമ്മളെ പോലെ ആവണമെന്നില്ല. അങ്ങനെയുള്ള ക്രീച്ചേഴ്സിൽ നിന്നും എന്തെങ്കിലും ഇന്റർസ്റ്റെല്ലാർ, ബിറ്റ്വീൻ ഡിഫറെന്റ് സ്റ്റാർ സിസ്റ്റംസ്, ബിറ്റ്വീൻ ഡിഫറെന്റ് ഗാലക്സീസ് നടക്കുന്ന റേഡിയോ മെസ്സേജസിന് വേണ്ടിയിട്ട് ഇപ്പോഴത്തെ നാസയിലൊക്കെയുള്ള സയന്റിസ്റ്റുകൾ സെർച്ച് ചെയ്യുന്നുണ്ട്. സയന്റിസ്റ്റുകൾ ചെയ്യുന്ന ഏലിയൻസുമായി ബന്ധപ്പെട്ട സ്റ്റഡീസ് സാധാരണക്കാർക്ക് മനസ്സിലാവാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഇതൊക്കെ തീരെ എക്സൈറ്റിംഗ് ആയി തോന്നില്ല. എവിടെയോ എന്തോ ഉണ്ടാകുന്നുണ്ട്, അവരെ റേഡിയോ മെസ്സേജ് എന്തെങ്കിലും അയക്കുമായിരിക്കും, വർഷങ്ങളായി നൂറ്റാണ്ടുകളായി നമ്മൾ അതിനെങ്ങനെ കാത്തിരിക്കുക എന്ന് പറയുമ്പോൾ ഇറ്റ്സ് നോട്ട് വെരി എക്സൈറ്റിംഗ്. അതുപോലെ തന്നെ മാർസിൽ പോയാൽ കാണാൻ പറ്റുന്ന ഏലിയൻ എന്ന് പറയുന്ന ഒരു മൈക്രോബ്, ഒരു ബാക്ടീരിയൻ അത്ര ചെറിയ സാധനമാണെന്ന് പറഞ്ഞാൽ അഗെയിൻ ഇറ്റ്സ് നോട്ട് വെരി എക്സൈറ്റിംഗ്. അതുകൊണ്ട് തന്നെ ദ ഫോമർ വ്യൂ ഇസ് വൈഡ്ലി പെർവേഡ് ആൻഡ് അവൈലബിൾ, ദ ലാറ്റർ മച്ച് സോ. ഫോമർ എന്ന് പറഞ്ഞാൽ നമ്മളെ പോലെ തന്നെ ഉള്ള ഏലിയൻസ് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ഇറ്റ് ഈസ് വൈഡ്ലി പെർവേഡ്, ഇറ്റ് ഈസ് വൈഡ്ലി സർക്കുലേറ്റഡ്.
അവൈലബിൾ ആണ്, എല്ലാവരും അത് പറയാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. ദ ലാറ്റർ ആക്ച്വലി സയന്റിസ്റ്റുകൾ ചെയ്യുന്ന ഏലിയൻസിനെ പറ്റി ബന്ധപ്പെട്ട വർക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് വെരി എക്സൈറ്റിംഗ് ആൻഡ് ദെയർഫോർ പീപ്പിൾ ഡോണ്ട് ടോക്ക് അബൌട്ട് ഇറ്റ് സോ മച്ച്. അത് അത്ര വൈഡ്ലി സർക്കുലേറ്റഡ് അല്ല. Yet, I think many of those excited by the idea of ancient astronauts are motivated by sincere scientific and occasionally religious feelings. There is a vast untapped popular interest in the deepest scientific questions. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഈ ഏലിയൻസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മള് ടി വിയിൽ സിനിമകളിലൊക്കെ കാണുന്ന പോലത്തെ ഏലിയൻസ്, ടി ജാദു എന്നൊക്കെ പറയുന്ന അതുപോലത്തെ ഏലിയൻസിൽ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുക എന്ന് പറയുന്നത് പലപ്പോഴും ആളുകളുടെ ഉള്ളിൽ ഡീപ്പായിട്ട് അവർക്കൊരു സയന്റിഫിക് ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ടാണ്. അത് പുറമേക്ക് വരുന്നത് ഇങ്ങനെ ഒരു ഫിക്ഷണൽ ആയിട്ടുള്ള ഏലിയൻസിന്റെ രൂപത്തിലാണെന്ന് മാത്രം. For many people, the shoddily thought out doctrines of borderline science are the closest approximation to comprehensible science readily available. ഇതിന് കാരണം എന്താണ്? പലപ്പോഴും പല ആളുകളും സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ പോപ്പുലർ സയൻസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ എന്താണ് ഈ നമ്മള് ബോർഡർ ലൈൻ സയൻസ് എന്ന് പറയുന്ന ഏലിയൻസിനെ പറ്റിയുള്ള കഥകള്, സയൻസ് ഫിക്ഷൻ സ്റ്റോറീസ്, ഫിലിംസ്, ഇതിൽ നിന്നൊക്കെയാണ് അവർക്ക് സയൻസുമായി ബന്ധപ്പെട്ട് അവർക്ക് കോംപ്രിഹെൻസിബിൾ സയൻസ്, മനസ്സിലാകാൻ പറ്റുന്ന സയൻസ്, നമുക്ക് കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റുന്ന, മനസ്സിലാകാൻ പറ്റുന്ന സയൻസ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ആയിരിക്കും. വേറെ സാധാരണ സയന്റിസ്റ്റുകൾ പറയുന്നത് ഒരു മനുഷ്യനും മനസ്സിലാവില്ല. സയന്റിസ്റ്റുകൾ ലാബിൽ പോയിട്ട് എന്തൊക്കെയോ വർക്ക് ചെയ്യുന്നു, അതിനെപ്പറ്റി അവർ പേപ്പർ പബ്ലിഷ് ചെയ്യുന്നു, ബുക്ക് പബ്ലിഷ് ചെയ്യുന്നു, സംസാരിക്കുന്നു. പക്ഷെ സാധാരണക്കാർക്ക് മനസ്സിലാവില്ല, മറ്റ് സയന്റിസ്റ്റുകൾക്ക് മാത്രമാണ് മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന സയൻസ് എന്താണ്? ഈ സൂഡോ സയൻസ് ആയിരിക്കും. The popularity of borderline science is a rebuke to the schools, the press, and commercial television for their sparse, unimaginative, and ineffective efforts at science education, and to us scientists for doing so little to popularize our subject. This is a very important sentence in this essay. ഈ എസ്സേയിലെ തന്നെ ഏറ്റവും വളരെ ബേസിക് ആയിട്ടുള്ള തീം പറയുന്നതാണ്, അല്ലെങ്കിൽ കാൾ സേഗന്റെ മെസ്സേജ് പറഞ്ഞതാണ്. ഇത് ഇനിയും അയാൾ റിപ്പീറ്റ് ചെയ്യും. പക്ഷെ ഇഫ് യു ഹാവ് ദ ടെക്സ്റ്റ് ബുക്ക് വിത്ത് യു, യു ക്യാൻ മാർക്ക് ദിസ് പർട്ടിക്കുലർ sentence. This is page 122. അതിൽ ഏറ്റവും ഫസ്റ്റ് പാരഗ്രാഫിന്റെ ലാസ്റ്റ് ലൈൻ ആണ്. ദ പോപ്പുലാരിറ്റി ഓഫ് ബോർഡർ ലൈൻ സയൻസ്. ഇതുപോലുള്ള ബോർഡർ ലൈൻ സയൻസ്, സൂഡോ സയൻസുകൾ ഇത്രയും പോപ്പുലർ ആവുന്നത്, ഇത്രയും ആളുകൾക്ക് ജനപ്രിയമായി മാറുന്നത് എന്തുകൊണ്ടാണ്? ഇറ്റ് ഇസ് എ റെബ്യൂക്ക്. റെബ്യൂക്ക് എന്ന് പറഞ്ഞാൽ ഒരു ശകാരം എന്നൊക്കെ പറയുമല്ലോ, നമ്മൾ ചീത്ത പറയാം, അല്ലെങ്കിൽ നമ്മൾ അതിനെ സ്കോൾഡ് ചെയ്യാം. ഇറ്റ് ഇസ് എ ക്രിട്ടീക്ക് എന്നുള്ള അർത്ഥത്തിൽ ഒരു ക്രിറ്റിസിസം ആണ്. ആർക്ക്? ടു ദ സ്കൂൾസ്, ദ പ്രസ് ആൻഡ് കമേഴ്ഷ്യൽ ടെലിവിഷൻ. സ്കൂളിലാണ് നമ്മൾ സയൻസ് പഠിപ്പിക്കേണ്ടത്, പക്ഷെ അവര് മര്യാദയ്ക്ക് പഠിപ്പിക്കാത്തത് കൊണ്ട്. പ്രസ്, പത്രക്കാരും മീഡിയക്കാരും കൃത്യമായിട്ട് നമുക്ക് സയൻസിനെ പറ്റി സാധാരണക്കാർക്ക് കൺവേ ചെയ്ത് കൊടുക്കേണ്ടതാണ്, പക്ഷെ അവർ വൃത്തിക്ക് അത് ചെയ്യുന്നില്ല. കമേഴ്ഷ്യൽ ടെലിവിഷൻ, TV വഴി, ഇന്നത്തെ കാലത്താണെങ്കിൽ ഇന്റർനെറ്റും ഉണ്ട്, അന്ന് TV വഴി കൃത്യമായ കാര്യങ്ങള് ആളുകൾക്ക്. അപ്പോൾ സ്കൂൾ, കോളേജ് എന്ന് പറയുന്ന സ്ഥലങ്ങളിലും സ്കൂളുകളിലും സാധാരണക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും അങ്ങനെ ഭയങ്കര ഹൈലി എഡ്യൂക്കേറ്റഡ് ഇൻ സയൻസ് ഒന്നും ആവണമെന്നില്ലല്ലോ. സാധാരണ സ്കൂളുകളിലും കോളേജുകളിലും അറ്റ്ലീസ്റ്റ് സ്കൂളുകളിൽ കൃത്യമായി സയൻസിനെ പറ്റിയിട്ട് പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ടും പ്രസ്സിലും TV-യിലും, അതായത് നമ്മളുടെ മാസ് മീഡിയ വഴി സാധാരണക്കാർക്ക് സയൻസിനെ പറ്റി കൃത്യമായി പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ട് അവര് ദേ ട്രൈ സയൻസ് എഡ്യൂക്കേഷൻ, സയൻസ് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കും. ബട്ട് their efforts, അവരുടെ ശ്രമങ്ങൾ എങ്ങനെയാണ്? ദേ ആർ സ്പാർസ് ആൻഡ് അൺഇമാജിനേറ്റീവ് ആൻഡ് ദെയർഫോർ ഇൻഇഫക്റ്റീവ്. വളരെ കുറച്ച് ചെയ്യുന്നുള്ളൂ. സ്പാർസ് എന്ന് പറഞ്ഞാൽ വെരി ഫ്യൂ, വെരി ലിറ്റിൽ എന്നുള്ള അർത്ഥമാണ്. വളരെ കുറച്ച് അവർ ചെയ്യുന്നുള്ളൂ. അൺഇമാജിനേറ്റീവ്, വളരെ ക്രിയേറ്റീവ് ആയിട്ട് ആളുകൾക്ക് എക്സൈറ്റിംഗ് ആയി തോന്നുന്ന രീതിയിലല്ല, വളരെ അൺഇമാജിനേറ്റീവ്, ഡ്രൈ ആയിട്ട് ആണ് പറഞ്ഞു കൊടുക്കുക. അതുകൊണ്ട് തന്നെ അവരുടെ എഫേർട്സ് എല്ലാം എന്താണ്? ഇൻഇഫക്റ്റീവ് ആയിട്ട് മാറുന്നു. അപ്പൊ സയൻസ് സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ ഗവൺമെന്റോ സ്കൂളുകളോ അല്ലെങ്കിൽ മാസ് മീഡിയയോ വേണ്ട പോലെ ചെയ്യുന്നില്ല. ഇനി വളരെ കുറച്ച് അവർ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ, അത് ദൂരദർശനിലൊക്കെ പണ്ട് നമ്മൾ പ്രോഗ്രാംസ് കണ്ടിട്ടുണ്ടാവും, വളരെ ബോറിംഗ് ആയി നമുക്ക് തീരെ കാണാൻ തോന്നാത്ത രീതിയിൽ, എക്സൈറ്റിംഗ് ആയ രീതിയിൽ ആവണമെന്നില്ല പലപ്പോഴും ഇത് ചെയ്യുന്നത്. ആൻഡ്
ടു ആ സയന്റിസ്റ്റുകളും ശകാരിക്കണം. എന്തുകൊണ്ടാണ്? ബിക്കോസ് വി ഹാവ് ഡൺ സോ ലിറ്റിൽ ടു പോപ്പുലറൈസ് അവർ സബ്ജക്ട്. സയന്റിസ്റ്റുകൾ അവരുടെ സബ്ജക്ട് പോപ്പുലറൈസ് ചെയ്യാൻ, ആളുകളിലേക്ക് എത്തിക്കാൻ, സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ ഒന്നും ചെയ്യുന്നില്ല. സയന്റിസ്റ്റുകൾ മറ്റു സയന്റിസ്റ്റുകൾക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രമാണ് വർക്ക് ചെയ്യുന്നതും എഴുതുന്നതും പബ്ലിഷ് ചെയ്യുന്നതുമെല്ലാം. സാധാരണക്കാരിലേക്ക് അത് എത്തിക്കാൻ ഒന്നും അവർ ചെയ്യുന്നില്ല. അപ്പൊ ഇവരെയാണ് കുറ്റപ്പെടുത്തേണ്ടത്. ബോർഡർ ലൈൻ സയൻസിൽ വിശ്വസിക്കുന്നവരെ അല്ല കുറ്റപ്പെടുത്തേണ്ടത്. കാരണം അവർ വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് ലോകത്തെ മനസ്സിലാക്കാൻ ആഗ്രഹമുണ്ട്, അവർക്ക് ലോകത്തെ പറ്റി ഒരു സെൻസ് ഓഫ് വണ്ടർ ഉണ്ട്. പക്ഷെ അത് മനസ്സിലാക്കാനുള്ള ടൂൾസ് അവരുടെ കയ്യിലില്ല. അത് സ്കൂളിൽ നിന്നോ ഗവൺമെന്റിൽ നിന്നോ മാസ് മീഡിയയിൽ നിന്നോ ഈവൻ സയന്റിസ്റ്റുകളിൽ നിന്നോ അവർക്ക് കൃത്യമായി ലഭിക്കുന്നില്ല. അവർക്ക് ആകെ കോംപ്രിഹെൻസിബിൾ ആയി തോന്നുന്ന സയൻസ് ഈ സൂഡോ സയൻസ് ആണ്. അപ്പൊ സയൻസ് ഫിക്ഷൻ അല്ലെങ്കിൽ ഇതുപോലെ ലെവിറ്റേഷൻ അങ്ങനെയുള്ള കഥകളെ പറ്റിയിട്ട് കേൾക്കുമ്പോൾ അവർക്ക് അതൊക്കെ ശരിയാണെന്ന് തോന്നുകയും അതൊക്കെ വാവ് ദാറ്റ് ഇസ് വെരി എക്സൈറ്റിംഗ് എന്ന് തോന്നുകയും അതിൽ അവർ ആകൃഷ്ടരാവുകയും ചെയ്യുന്നതാണ്. Okay, so we will stop here for the moment. This is page 122 and I hope this is clear. If it is not clear, you can either ask in the Google Classroom where I'm posting this link, or you can ask as a comment under the YouTube video that I am going to put up. അപ്പോൾ കമന്റ് ആയിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യൂട്യൂബിൽ ചോദിക്കാം, അല്ലെങ്കിൽ കുറച്ചുകൂടി നല്ലത് നിങ്ങളത് ഗൂഗിൾ ക്ലാസ് റൂമിൽ ചോദിക്കുന്നതാണ്. രണ്ടായാലും കുഴപ്പമില്ല. പിന്നെ നമുക്ക് എപ്പോഴെങ്കിലും ടൈം കിട്ടുമ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ ആൻസർ സെഷന് വേണ്ടി കുറച്ചുകൂടി എടുത്ത് മേ ബി അറ്റ് ദി എൻഡ് ഓഫ് ദിസ് എസ്സേ നമുക്കൊരു ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ വെക്കാം. നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്യാനായിട്ട് നമുക്ക് ഗൂഗിൾ മീറ്റ് ഒക്കെ വെക്കാവുന്നതാണ്, ലൈവ് ക്ലാസ് വെക്കാവുന്നതാണ്. തൽക്കാലം നമുക്ക് ഇവിടെ വെച്ച് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം.